ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ അപ്രതീക്ഷിത മിന്നൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഡൽഹിയെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ MP, VD സതീശൻ, ഷാഫി പറമ്പിൽ MP തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മാർച്ചിലും കുത്തിയിരിപ്പ് സമരത്തിലും പങ്കെടുത്തു. നേതാക്കൾക്ക് ആവേശം പകർന്ന സോണിയാഗാന്ധിയും സമരമുഖത്തേക്ക് എത്തിയതോടെ പ്രതിഷേധം ശക്തമായി മാറിയിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ അപ്രതീക്ഷിതമായി അരങ്ങേറിയ കോൺഗ്രസിന്റെ മിന്നൽ പ്രതിഷേധ സമരം രാജ്യ തലസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻകൂട്ടി യാതൊരു സൂചനയും നൽകാതെ ഡൽഹിയിലെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് മാർച്ച് നടത്തി കുത്തിയിരിപ്പ് സമരം ആരംഭിച്ച കോൺഗ്രസ് നീക്കം കേന്ദ്ര സർക്കാരിനെയും പോലീസ് സംവിധാനങ്ങളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നതായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാരും മുതിർന്ന നേതാക്കളും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ എത്തിയ നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. കൈകൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് തികച്ചും വേറിട്ട രീതിയിലാണ് നേതാക്കൾ പ്രതിരോധമുയർത്തിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടതിനൊപ്പം പ്രധാനമന്ത്രിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ കടുത്ത പ്രക്ഷോഭം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, VD സതീശൻ, ഷാഫി പറമ്പിൽ MP തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം വൻ പട തന്നെ സമരത്തിൽ അണിനിരന്നു. സമരം ചെയ്യുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും വീര്യം പകർന്ന് സോണിയാഗാന്ധി കൂടി നേരിട്ട് സമരമുഖത്തേക്ക് എത്തിയതോടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധം കൂടുതൽ ശക്തവും വികാരഭരിതവുമായി മാറുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കൈകൾ കൂട്ടിക്കെട്ടി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നേതാക്കളെ നീക്കം ചെയ്യാൻ ഡൽഹിയിൽ പോലീസ് കടുത്ത ബലപ്രയോഗമാണ് നടത്തിയത്. എന്നാൽ പോലീസിന്റെ നീക്കങ്ങളെ ചെറുത്ത് നേതാക്കളും MPമാരും സമരം തുടർന്നതോടെ പോലീസ് ബലം പ്രയോഗിച്ച് നേതാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ ആരംഭിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് PC വിഷ്ണുനാഥ്, DN കുര്യാക്കോസ് MP അടക്കമുള്ള പ്രമുഖ നേതാക്കളെ ഡൽഹി പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്ത് മാറ്റി. പ്രധാന നേതാക്കളെയും MPമാരെയും പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളും വൻ ജനക്കൂട്ടവും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കുത്തിരിപ്പ് സമരം ആവേശത്തോടെ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CJP പ്രതിഷേധത്തിന് നേരെ ഡൽഹി പോലീസ് അക്രമം അഴിച്ചുവിട്ടപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന പ്രവർത്തകരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സന്ദർശിച്ചിരുന്നു. പോലീസിന്റെ ആക്രമണത്തിൽ ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പെൺകുട്ടി അടക്കമുള്ള CJP പ്രവർത്തകരെ കണ്ട ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഭരണകൂടത്തിനെതിരെ നേരിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് കടന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ആക്ടിവിസ്റ്റ് സോനം വാങ്ചുകിനെ മോചിപ്പിക്കുക, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക എന്നീ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CJP സമരം ചെയ്യുന്നത്. കേന്ദ്രമന്ത്രി JP നദ്ദയുമായി CJP പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുകയും 3 ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് കൈമാറുകയും ചെയ്തിരുന്നെങ്കിലും സമരം അവസാനിപ്പിക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശം തള്ളി CJP പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വിദ്യാർത്ഥി നേതാക്കൾ പാർലമെന്റ് അംഗങ്ങളെ കാണുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്ന സോനം വാങ്ചുകും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നടക്കുന്ന ജനകീയ സമരങ്ങൾക്ക് കരുത്തു പകർന്ന് കോൺഗ്രസ് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി അതായത് CJP നടത്തിയ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റവരെ രാഹുൽ ഗാന്ധി മുൻപ് സന്ദർശിച്ചിരുന്നു. ലഡാക്ക് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആവശ്യങ്ങൾക്കും പോലീസിന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന CJP പ്രവർത്തകർക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ അപ്രതീക്ഷിതമായി നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. CJP പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുകയില്ലെന്ന് വിമർശനങ്ങൾ ഉയർത്തുന്നതിന് പിന്നാലെ കോൺഗ്രസ് നടത്തിയ ഈ നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് നടത്തിയ അപ്രതീക്ഷിത മിന്നൽ സമരം രാജ്യ തലസ്ഥാനത്ത് കടുത്ത രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളുടെ കസ്റ്റഡിയും സോണിയാഗാന്ധിയുടെ സമരമുഖത്തെ സാന്നിധ്യവും കേന്ദ്ര സർക്കാരിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. വിഷയം പാർലമെന്റിലും തെരുവിലും ഒരുപോലെ ഉയർത്തിപ്പിടിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചതോടെ വരും മണിക്കൂറുകളിൽ പ്രക്ഷോഭം കടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.